അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൂണിന്റെ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കണം നമുക്ക് കുറേ ആളുകൾക്ക് അറിയാത്തതുണ്ട് അല്ലേ? ഒത്തിരി പേർക്ക് അറിയാത്തതുകൊണ്ട് ചില്ലി ആക്കാൻ പോവാണ്. മഷ്റൂം ചില്ലി. അതുപോലെ തന്നെ നമ്മളൊരു സീരിയസ് ആയിട്ട് എല്ലാ കൂൺ വിഭവങ്ങളും ഇന്ന് മുതലൊക്കെ തുടങ്ങുവാണ്. പിന്നെ ഇറച്ചിയെല്ലാം കൂട്ടാത്തവരുണ്ടല്ലോ, അതെ. അപ്പൊ നമ്മളെ മീറ്റൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും നമ്മളെ ചിപ്പിക്കൂണിലുണ്ടാക്കാം. ഇപ്പൊ തുടങ്ങാം നമുക്ക്. ഓക്കെ, എല്ലാരും കൂണരിയല്ലേ? ആവശ്യത്തിനുള്ള കൂണെടുത്ത് വെച്ചേക്കുന്നു. ആവശ്യത്തിനുള്ള തക്കാളി, സവാള, മല്ലിച്ചപ്പ്, കരിയാപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ക്യാപ്സിക്കം സോസ് ഉണ്ട്. സോസ് രണ്ട് സൈസ് ഉണ്ട്. ഇത് കോൺഫ്ലവർ ആണ്. ചില്ലിക്ക് കൊഴുപ്പിടാൻ വേണ്ടി കോൺഫ്ലവറിന്റെ പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി. ഇത്ര സാധനം നമ്മുടെ ആവശ്യമുണ്ട്. 1 കിലോ കൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ 4 പച്ചമുളക്, 2 തക്കാളി, 2 സവോള, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കരിവേപ്പില. അപ്പൊ അങ്ങ് തുടങ്ങല്ലേ? അപ്പൊ നമുക്ക് റെഡിയാക്കാം. ആദ്യം നമ്മൾ കഴുകുവല്ലേ? കഴുകിയെടുക്കാം. രണ്ട് ട്രിപ്പ് കഴുകാം നമുക്ക്. അത് ഇട്ട് ഇളക്കരുത്, ഇളക്കിയാൽ കുഴഞ്ഞു പോവും. ഇങ്ങനെയാ കഴുകാവുള്ളൂ. പിഴിഞ്ഞെടുക്കണതാ, അല്ലെങ്കിൽ ആ വെള്ളം കാണും അതിനകത്ത്. അതെ, ഒക്കെ പിഴിയണം. അതെ, ഇനി നമുക്ക് തിരുമ്മാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അങ്ങ് തിരുമ്മാണ് അല്ലേ? ശക്കല മഞ്ഞപ്പൊടി, മുളക് പൊടി ഇട്ടു. മുളക് പൊടി 1 സ്പൂൺ എടുത്ത്, കുരുമുളക് പൊടി ഇത്ര മതിയേ. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനാണ്. ഇനി നമുക്കിതിനെ ശരിക്കും ഒന്ന് തിരുമ്മാം. അധികം തിരുമ്മി കൂട്ടരുത്, വെള്ളമാവും. കൂൺ അധികം നമുക്ക് കൈ കൊണ്ട് തിരുമാൻ പാടില്ല അല്ലേ? അന്നേരം വെള്ളമാവും. ഇങ്ങനെ തിരുമ്മി കൊടുത്താൽ മതി. കണ്ടോ? അപ്പൊ നമ്മൾ നല്ല പിഴിഞ്ഞെടുത്തു അല്ലേ? എടുത്തോണ്ട് വെള്ളമില്ല, വെള്ളത്തിൽ കഴുകിയിട്ട് പിഴിഞ്ഞെടുത്തു. നമ്മള് അരിയുമ്പോൾ ഒരു ഷേപ്പ് ഒരു മുഴുപ്പിൽ അരിഞ്ഞാൽ അത് പിഴിയുമ്പോ നല്ല സെറ്റായിട്ട് വരും. ഇത് നമ്മൾ സെറ്റാക്കി. സവോള അരിഞ്ഞോ? അതങ്ങനെ അരിയുന്നല്ലേ? ചിക്കൻ ചില്ലിക്ക് അരിയുന്നില്ലേ? അതേപോലെ തന്നെ. പച്ചമുളകാണ് അത്, ഞങ്ങള് 4 എടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിലും അരിയാലേ? ഇച്ചിരി വലുതാക്കി അരിയണം ചില്ലിക്കകത്താകുമ്പോ. തക്കാളി അരിയാ. മല്ലിച്ചപ്പ് നമ്മൾ ലാസ്റ്റ് ഇടുന്നത്, അതുകൊണ്ട് നമ്മളിപ്പോൾ അരിഞ്ഞില്ല. ക്യാപ്സിക്കം അരിയണം. ക്യാപ്സിക്കം ഒരെണ്ണം മുഴുവൻ വേണ്ട, അതുകൊണ്ട് പകുതി എടുത്തോളൂ. ഇത് വലുതാക്കി അരിക്കുന്നവർ അരിയാൻ എളുപ്പമുണ്ട്. ചട്ടി വെച്ചു, ചൂടായി വരുന്നോളൂ. ചൂടാകട്ടെ. നമുക്ക് എണ്ണ ഒഴിക്കാം അല്ലേ? അത് സവാള ഇടാവേ. സവാള വാട്ടിയെടുക്കാം. സവാള വേഗം പാടാൻ വേണ്ടി, സവാള വേഗം പാടാനുള്ള പരിപാടി ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ വേഗം പാടി കിട്ടും അല്ലേ? സവാളയുടെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇടാം. അപ്പൊ നമ്മള് ഒരു പരന്ന ദോശക്കല്ല് വെച്ചു കൊടുക്കും. കൂണിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ചെറുതായിട്ട് എണ്ണക്കകത്ത് ഇട്ടിട്ട് ഒന്ന് ഇതാക്കാം. കൂൺ ഇച്ചിരി കട്ടി കിട്ടും. അതെ, കൂടിക്കിടക്കുകയല്ല, കുറച്ചെണ്ണം മതി ദോശക്കല്ലാൻ പറ്റാൻ മാത്രം. ഇവിടെ റെഡിയായി. കളർ മാറി അടുത്ത സെറ്റ് റെഡി ആയിട്ടിരിക്കുവായിരുന്നു. നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. കൂണ് ഏകദേശം ആയിട്ടുണ്ടല്ലേ? കൂണിന്റെ ഭാഗം ഇതാണ്, ഇത്ര ഉള്ളു. ഇനി കുറച്ചും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് അളിഞ്ഞു പോകും. കുറച്ച് വെള്ളമായി പോകും. അപ്പൊ ഈ അത് ഓഫാക്കി. 1 സ്പൂൺ മുളക് പൊടി, മസാലപ്പൊടിയും കൂടെ ഇട്ടു. ചിക്കൻ മസാല പൊടിയും കൂടെ ഇട്ടു. ഒന്ന് മൂക്കട്ടെ. സോയാ സോസ് 1 സ്പൂൺ എടുക്കുവാണേ. 1 സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നു. ഒരു സ്പൂണ് ടൊമാറ്റോ സോസ്. തക്കാളിയുടെ സോസ് എടുത്ത് വെച്ച കോൺഫ്ലവർ ഒന്ന് കലക്കാം.
ഒരു 3 സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. അതെ, ചെറുതായിട്ടൊന്ന് കലക്കാൻ വേണ്ടി. അല്ലെങ്കിൽ പൊടി അങ്ങ് ഇടാൻ പറ്റിയല്ലോ. നമ്മുടെ കൂണങ്ങ് ഇട്ട് കൊടുക്കാണ്. നമ്മുടെ മെയിൻ ഐറ്റം വരുന്നുണ്ട്. ഇതാകുമ്പോ അങ്ങനെ നമുക്ക് ഇതായി പോയിട്ട് ഒരു 1/4 സ്പൂൺ ഒഴിച്ചു കൊടുക്കാതെ അതിന്റെ ഫ്ലേവർ. സോയ സോസ് അതിന്റെ മുകളിൽ ഒന്നുകൂടെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണം, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. മെയിൻ പരിപാടി കരിയാപ്പില. നമ്മുടെ കറിവേപ്പില ഇട്ടു. അതെ, നമ്മുടെ മല്ലിച്ചപ്പ്. ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മല്ലിച്ചപ്പ്. അതെ, അപ്പോൾ നമ്മുടെ മല്ലിച്ചപ്പ് കൂടെ ഇട്ട് കൊടുത്തു. മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. നമുക്ക് തീ ഓഫ് ആക്കാം. സംഭവം സെറ്റായ റെഡിയായി. ഇതാ എല്ലാം നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ടോ. ഓക്കേ, ഇതാണ് നമ്മുടെ സാധനം. ഇത് നല്ല അടിപൊളി ചില്ലി. അതെ അതെ അതെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മഷ്റൂം ഒക്കെ വെച്ചിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റും കാണും. ചിക്കൻ്റെ ചില്ലി പോലെ തന്നെയുണ്ട്. മഷ്റൂം ഒക്കെ ഉപയോഗിച്ചതായതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഒരു കുഴപ്പമില്ലല്ലോ. ചിക്കൻ കൂട്ടാൻ പറ്റാത്തവർക്കല്ല ഇതല്ല. എന്നൊരു തോരൻ വെക്കാതെ മാറ്റി പിടിക്കും. നല്ല രസമുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കാം. അതെ, സ്വന്തം കൂണ് കൃഷി ഉള്ളവര് എന്തായാലും അങ്ങനെ ഉണ്ടാക്കാം. അതെ, മേടിച്ചിട്ടാക്കണം. അതെ, നമ്മളിപ്പോ ഒരാളോട് ഇത് ഇങ്ങനെ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ വീട്ടിലുണ്ടാക്കി നോക്കണ്ടേ? അതെ, എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെ, അപ്പോൾ അതുപോലെ സ്വന്തമായിട്ട് കൃഷിയില്ലാത്തവര് നിങ്ങളുടെ ടൗണുകളിൽ അടുത്ത പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും കൂണൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തപ്പി നടന്ന് കണ്ടുപിടിച്ച് മേടിച്ചിട്ടാക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഓരോ അടുത്തടുത്ത ഓരോ സെറ്റായിട്ട് വരുക. അതെ അതെ, നമ്മുടെ കൂണിന്റെ എല്ലാ വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കും, അടിപൊളി വിഭവങ്ങൾ. ഓക്കെ, ശരി. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ.